ഹായ് എവരി വൺ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എത്രമാത്രം ഉപകാരപ്പെടും എന്നെനിക്കറിയില്ല. അൺലെസ് നിങ്ങളൊരു വെസ്റ്റ് ബംഗാളിൽ പോയി അവിടെ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി അല്ല നിങ്ങളെങ്കിൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബംഗാളിയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഭാഷ, ഇതിനെ നമ്മൾ മലയാളികൾ ബംഗാളി എന്ന് പറയുമെങ്കിലും ഈ ഭാഷ ശരിയായി അറിയപ്പെടുന്നത് ബാംഗ്ല എന്നാണ്. അപ്പം ഇത് ബാംഗ്ല ആണ്. എന്തുകൊണ്ടാണ് ബാംഗ്ല ആണ് അല്ലാതെ ബംഗ്ല അല്ല എന്ന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പറയാം. നിങ്ങളൊരു ഭാഷാ പ്രേമിയാണെങ്കിൽ, ഒത്തിരി ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ബംഗാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് അവരുടെ ഭാഷ തന്നെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് ബാംഗ്ല എന്ന് പറഞ്ഞ ഭാഷയെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ബാംഗ്ല എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ബംഗ്ല അല്ല അല്ലെങ്കിൽ ബംഗാളി എന്നല്ല? കാരണം ഇത്ര സിമ്പിളാണ്. ബംഗാളി ഭാഷയിൽ, അതായത് ബാംഗ്ല ഭാഷയിൽ, ഞാൻ പറഞ്ഞു ബാംഗ്ല എന്നാണ് പറയുന്നത്, ബാംഗ്ല ഭാഷയിൽ ആ എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഇല്ല, ആ എന്ന് പറഞ്ഞ ഒരു അക്ഷരമില്ല. അവരുടെ അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരം തുടങ്ങുന്നത് ഓ എന്ന് വെച്ചാണ്, രണ്ടാമത്തെ അക്ഷരം ആ ആണ്. എന്ന് വെച്ചാൽ ആ എന്ന് പറഞ്ഞ ഷോർട്ടായ അക്ഷരമില്ല. അവരുടെ അക്ഷരമാലയെ പറ്റി പറയുകയാണെങ്കിൽ വൻ കോമഡിയാണ്. കാരണം ഓ എന്നത് ഒരു 3-4 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലും ആ ഇല്ല. അവരുടെ അക്ഷരമാല തുടങ്ങുന്നത് എങ്ങനെയാണ്? ഓ, അതിനുശേഷം ആ, പിന്നെ റൊഷോയ്, അതിനെ ഹൊർഷോയ് എന്നാണ് കറക്റ്റായ പ്രൊണൗൺസിയേഷൻ എങ്കിലും അവരതിനെ റൊഷോയ് എന്നേ പറയാറുള്ളൂ. ദീർഘോയ്, റൊഷു, ദീർഘു, രി, ലി, എ, ഓയ്, ഓ, ഓ. ആദ്യം പറഞ്ഞത് ഓ, അവസാനം പറഞ്ഞത് ഓ, ഓ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ. ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, നമ്മളൊരു ഭാഷയെയും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അപമാനിക്കാൻ പാടില്ല. കാരണം എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് ബംഗാളി എന്ന് പറഞ്ഞ ഭാഷയെ, ബംഗ്ല എന്ന് പറഞ്ഞ ഭാഷയെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എന്താണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞാണ് അതിന്റെ അക്ഷരമാലയിലെ എന്തൊക്കെയാണ് അക്ഷരങ്ങൾ ഉള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത്, അതുകൊണ്ടുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ ഈ ചാനലിൽ, ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഇതുവരെ ഞാൻ 3 ഭാഷകളാണ് ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയി തുടങ്ങി പഠിപ്പിക്കുന്നത്. അത് 1 കന്നഡയാണ്, നിങ്ങൾക്കറിയാം. 2 തെലുഗു ആണ്. 3 മലയാളം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കന്നഡയിലൂടെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ 3 ഭാഷയും പഠിപ്പിക്കുന്ന കാലത്ത് എന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി അറിയാം, എല്ലാ ഭാഷയിലും എല്ലാ പ്ലേലിസ്റ്റിലും ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ആകെ പറയുന്ന ഇത്രയും വാക്കുകളേ ഉള്ളൂ: ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് എന്നൊക്കെ എങ്ങനെ ഈ ഭാഷയിൽ പറയാം എന്നാണ്. അതിനുശേഷം 2ാമത്തെ വീഡിയോയിൽ നമ്പർ എണ്ണാൻ പഠിക്കുന്നു. 3ാമത്തെ വീഡിയോയിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ആയ കാര്യങ്ങൾ അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. പക്ഷേ ഈ ബംഗാളി എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യാൻ പോകുന്നത്. കാരണം ബംഗാളിയിൽ അമി, തുമി, അപ്നി എന്ന് വെച്ചാൽ ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അത്രയും ബേസിക് ആയി നമ്മൾ പഠിച്ച് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് സംസാരിക്കുകയാണ് ബംഗാളി എന്ന് പറഞ്ഞ ഭാഷയോടുള്ള നമ്മുടെ ഒരു അപ്രോച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ എടുത്തെടുത്ത് പറയുന്നതിന് പകരം, ബേസിക് ആയി തുടങ്ങുന്നതിന് പകരം നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് സെന്റൻസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നല്ല, ഇനി മുതൽ എപ്പോഴൊക്കെയാണോ ബംഗാളി എന്ന് പറഞ്ഞ ഭാഷയുമായിട്ട് വരുന്നത് അപ്പോഴൊക്കെ. അതിനു മുൻപൊരു കാര്യം, തെലുഗു ഞാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഈ ഒരു ഭാഷയ്ക്ക് എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രതികരണത്തിനെ ബേസ് ചെയ്തായിരിക്കും ഇനി തുടർന്ന് വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. 1-2 ഭാഷകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം ഈ ബംഗാളി എന്ന് പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ, സെന്റൻസ് പഠിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബംഗാളികളോട് സംസാരിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, അവസാനം പറയേണ്ടതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണോ, അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്ന നേരത്ത് ഏറ്റവും പഠിക്കാൻ എളുപ്പവും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സെന്റൻസ് ആണ് സുഖമാണോ, സുഖമാണ് എന്ന് പറയുന്നത്. അപ്പൊ സുഖമാണോ എന്ന് എങ്ങനെയാണ് ബംഗാളിയിൽ ചോദിക്കുന്നത്, അതിനെങ്ങനെയാണ് ഉത്തരം പറയുന്നത്? ഇതൊക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട, എന്റെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട 2 സെന്റൻസുകളാണ്. കാരണം എന്താ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പറയാം. ഓക്കെ, അപ്പം എങ്ങനെ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഹൗ, കൈസ, കൈസേ, കൈസി എന്ന് നമ്മൾ ഈ ഹിന്ദിയിൽ പറയുന്ന, എപ്പടി നമ്മൾ തമിഴിൽ പറയുന്ന, അത് ചോദിക്കുന്നത് ബംഗാളിയിൽ കെമോൻ എന്നാണ്. കെമോൻ. ഓക്കെ, അപ്പം ഈ കെമോൻ എന്ന് എഴുതുന്നത് കെ മ ന എന്നാണ്. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മ നടുക്ക് വരുന്നത് കൊണ്ട്
മോ എന്നാണ് അവർ വായിക്കുക. അപ്പം ഇത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നീട് ഇതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ എക്സ്റ്റെൻസീവായ, കൂടുതൽ എലാബറേറ്റ് ആയ വീഡിയോ ചെയ്യുന്ന നേരത്ത് ഞാൻ എഴുതാനും വായിക്കാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അന്നേരം ഓർത്ത് വയ്ക്കുക, കെമോൻ എന്നാണ് ഈ വാക്ക്, കെമോൻ. ഇനി എങ്ങനെയെന്ന് ചോദിച്ചാൽ മാത്രം പോരല്ലോ, താങ്കൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കണമല്ലോ. അതിന് പല വിധത്തിൽ നമുക്ക് ചോദിക്കാം. അപ്പം കോമൺ ആയിട്ട് നിങ്ങൾ ഒരു ബംഗാളിയോട് പോയി ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് എങ്ങനെയാണ് ബംഗാളിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരെ പറയും കെമോൻ ആച്ചോ. അപ്പം ഈ ആച്ചോ എന്താണ്? ഈ ആച്ചോ ഹിന്ദിയിൽ ഹേ, ഹോ, ഹു, ഹേ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഈ ആച്ചോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഹേ, ഹോ, ഹു? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ആയിരിക്കുക എന്നാണ് ഈ ആച്ചോ എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, അപ്പം എങ്ങനെയാണ്, എങ്ങനെയൊക്കെയുണ്ട്, കറക്റ്റായ നമ്മുടെ തർജ്ജമ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. ഓക്കെ, സുഖമാണോ എന്നാണ് ഇതിന്റെ ഐ മീൻ സെന്റൻസ് വൈസ് ഇതിന്റെ ഒരു അർത്ഥം. അപ്പം കെമോൻ ആച്ചോ, ഈ ആച്ചോ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ സമപ്രായക്കാരോട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആച്ചോ. ബഹുമാനം കൊടുത്ത് മുതിർന്നവരോട് പറയണമെങ്കിൽ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു സ്ട്രേഞ്ചറിനോട് നിങ്ങൾ ബംഗാളി പറയുന്ന നേരത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാടത്തോ പറമ്പിലോ പണിയെടുക്കാൻ വരുന്ന ഒരു ബംഗാളിയാണ്, അവരോട് സംസാരിക്കണമെന്നാണെങ്കിൽ അവർ ഓഫ് കോഴ്സ് നമ്മളെക്കാളും മുതിർന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ബഹുമാനം കൊടുത്ത് സംസാരിക്കേണ്ട സാഹചര്യമാണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ആച്ചേൻ. ഓക്കെ, ആച്ചേൻ. അപ്പൊ കെമോൻ ആച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് സുഖമാണോ. ഇനി കെമോൻ ആച്ചേൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് സുഖമാണോ. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്, മനസ്സിലായല്ലോ. കുട്ടികളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് ചോദിക്കാനായിട്ട് വേറൊരു വാക്ക് കൂടിയാണ് ആച്ചീസ്. ഓക്കെ, ഈ ബംഗാളിയിൽ സ, ഷ, ഷ തമ്മിൽ അധികം വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരു ഷ പോലെയാണ് സംസാരിക്കുന്നത്, ഉച്ചരിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം കെമോൻ ആച്ചീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളോടാണ്. അത് ഒരിക്കലും നിങ്ങൾ കുട്ടികളോടല്ലെങ്കിൽ അല്ലെങ്കിൽ സമപ്രായക്കാരോട് പോലും അത് ഉപയോഗിക്കരുത്. കെമോൻ ആച്ചീഷ് അല്ലെങ്കിൽ അത് വിട്ടുകള, കെമോൻ ആച്ചോ അല്ലെങ്കിൽ കെമോൻ അച്ചേൻ. അച്ചേൻ അതാണ് കുറച്ചും കൂടി ഒരു ബഹുമാനം കൊടുത്ത് പറഞ്ഞത്, കെമോൻ അച്ചേൻ. ഇനി ഉത്തരം പറയുന്നത് ബാലോ അച്ചി എന്നാണ്. ഓക്കെ, അപ്പം ബാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിരിക്കുക, നന്നായിരിക്കുക എന്നാണ് അർത്ഥം. അച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആച്ചോ എന്ന് വെച്ചാൽ സമപ്രായക്കാരോട്, തും ഹോ എന്ന് പറയുന്ന ആ ഹോ ആണ് ഈ ആച്ചോ. ബഹുമാനം കൊടുത്ത് പറയുകയാണെങ്കിൽ അച്ചേൻ എന്ന് പറയും, കുട്ടികളോട് അച്ചീസ് എന്ന് പറയാം. അതിന്റെ ഉത്തരം ഞാനാണെങ്കിൽ ഓക്കെ അച്ചി. അപ്പം അമി ബാലോ അച്ചി എന്നാണ് കറക്റ്റായ ഫുള്ളായ സംഭവം. എന്ന് വെച്ചാൽ അമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ബാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്, വെൽ, നന്നായിരിക്കുക. അച്ചി അത് ഒരു എപ്പോഴും പറയണം, അമി അച്ചി എന്ന് വെച്ചാൽ ഞാനാണ്, ഞാനായിരിക്കുന്നു. അപ്പം അമി ബാലോ അച്ചി എന്ന് വെച്ചാൽ ഞാൻ സുഖമായിരിക്കുന്നു, എനിക്ക് സുഖം തന്നെയാണ് എന്നാണ്. അപ്പം കെമോനാച്ചോ, കെമോനാച്ചേൻ അല്ലെങ്കിൽ കെമോനാച്ചീസ്, അമി, അമി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ബാലോ അച്ചി. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇത് എനിക്ക് വളരെയധികം എന്റെ ലൈഫിനോട് കുറെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങളെ ബംഗാളി പഠിപ്പിക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ അവിടെ വന്നു. അപ്പം പുള്ളി ആദ്യത്തെ ഒരു 4, 5, 6, 7 ദിവസമൊക്കെ അവരുടെ ആൽഫബെറ്റ്സ്, ബൊർണോമാല ആണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വർണ്ണമാല, നമ്മുടെ അക്ഷരമാല, അത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഓ, ഐ, റുഷോയ്, ദിർഗോയ്, റുഷു, ദിർഗു, എ, ഓയ്, ഇത് മാത്രമേ പഠിപ്പിച്ചുകൊണ്ടിരുന്നുള്ളൂ. കുറച്ച് ദിവസമായി. അപ്പം ഞാൻ കുറച്ച് സ്റ്റുഡൻസിൽ ഒരാൾ എഴുന്നേറ്റ് വന്നു, ഞാൻ തന്നെയാണ്, എഴുന്നേറ്റെന്ന് പറഞ്ഞു, സാർ കുറച്ച് സെന്റൻസ് ഒക്കെ പറയാൻ വേണ്ടി പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ഓഫ് കോഴ്സ് പഠിപ്പിച്ചു തരാം, ഞാൻ ഇന്നൊരു 10 സെന്റൻസ് പഠിപ്പിച്ചു തരാം, നാളെ വരുന്ന നേരത്ത് അത് നിങ്ങൾ എന്നോട് തിരിച്ചു പറയണം എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി പഠിപ്പിച്ച ആദ്യത്തെ സെന്റൻസ് ഇതാണ്, കെമോനാച്ചോ, താങ്കൾക്ക് സുഖമാണോ. ഉത്തരമായിട്ട് എന്താണ് പറയുന്നത്, രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞത് ബാലോ ആച്ചി. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരു 7-8 സെന്റൻസ് പഠിപ്പിച്ചു വന്നു. പിറ്റേ ദിവസമായി മാസ്റ്റർ വന്നു, പെട്ടെന്ന് ആദ്യം കണ്ടത് എന്നെയാണ്. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, ഇന്നലെ പറഞ്ഞ സെന്റൻസ് ഒക്കെ പഠിച്ചോ? പഠിച്ചു സാർ എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി എന്നോട് ചോദിച്ചു കെമോനാച്ചോ. പെട്ടെന്ന് അയ്യോ, ഈ കെമോനാച്ചോ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതിന്റെ ഉത്തരം അത്രയും ഓർമ്മയില്ല. അന്നേരം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ബാലു ആച്ചി. ബാലു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ എന്താണോ ബാലു അത് തന്നെയാണ് ബംഗാളിയിലും. ബാലു എന്ന് വെച്ചാൽ കരടി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം എങ്ങനെയാണ്, ഞാൻ ഒരു കരടിയാണ്. പുള്ളി ചോദിച്ചു ഹൗ ആർ യു, ഞാൻ പറഞ്ഞു ഞാൻ ഒരു കരടിയാണ്.
അപ്പം ബാലോ എന്ന് പറയുന്ന പകരം ബാലു എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പം ഇവിടെ നിങ്ങൾ ബാലു ആച്ചി എന്ന് പറയരുത്, ബാലോ ആച്ചി എന്നാണ് വാക്ക്. അപ്പം കെമോനാച്ചോ, കെമോനാച്ചീസ്, കെമോനാച്ചേൻ, ബാലോ ആച്ചി. ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ ഓക്കെ എന്ന് എങ്ങനെയാണ് ബംഗാളിയിൽ പറയുന്നത് പറഞ്ഞുതരാം. അതെന്റെ പ്ലാനിലായിരുന്നു. ഈ ഹിന്ദിയിൽ ടി ഖെ എന്ന് പറയാറുണ്ടല്ലോ. എന്റെ ചെറുപ്പത്തില് എന്റെ ഗ്രാൻഡ് ഫാദർ പുള്ളി മുംബൈയിലൊക്കെ കുറെ നാൾ പോയി താമസിച്ച് തിരിച്ചു വരുമായിരുന്നു. അന്നേരം പുള്ളി എപ്പോഴും പറയാറുണ്ട് ഓക്കെ ടി കെ. അപ്പം ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരുന്ന നേരത്തെ എനിക്ക് ഇതിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഓക്കെ ടി കെ. ഓക്കെ എന്നാ നമുക്കറിയാമായിരുന്നു, പക്ഷെ ടി കെ എന്താണ് ഞാൻ വിചാരിച്ചു ഈ ഇംഗ്ലീഷിലെ ടി കെ ആണെന്ന്. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് പുള്ളിക്ക് മരിച്ച ശേഷം ടി കെ എന്ന് പറയുന്നത് ടീക് ഹേ എന്ന് പറഞ്ഞ ഹിന്ദിയാണ്. അപ്പൊ ഈ ടീക് ഹേ എന്നത് ഹിന്ദിയിൽ പറയുന്നത് ബംഗാളിൽ പറയുന്നത് എങ്ങനെയാണ് ടീകാച്ചേ. ഓക്കെ, ടീകാച്ചേ. അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നതായിരുന്നു. ഒരു കോൺവെർസേഷന്റെ ഇടയിൽ, ഒരു സംഭാഷണത്തിനിടയിൽ എപ്പോഴും അവര് പറഞ്ഞ ശേഷം ടീകാച്ചേ എന്ന് പറയും. എന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ എന്ന്. ഓക്കെ, ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഓക്കെ എന്ന് പറയാറില്ലേ, അതുപോലെ ടീകാച്ചേ. അപ്പൊ നമുക്ക് ടീകാച്ചേ എന്ന് പറയാം, ഞാൻ ഓർക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവം ഞാൻ പറയാൻ പോകുന്നത് താങ്കളുടെ പേരെന്താണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹിന്ദി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അറിയാവോ? ഞാൻ ഈ തെലുങ്ക് പഠിപ്പിക്കുന്ന വീഡിയോകളിൽ ഞാൻ കന്നഡ ഒരു ഉദാഹരണമായി എടുത്ത് പറയാറുണ്ട്. കുറച്ച് പേര് പറഞ്ഞ് അങ്ങനെ പറയല്ലേ, കൺഫ്യൂഷൻ ആകുമെന്ന്. കാരണം ഈ കന്നഡയും തെലുങ്കും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ടല്ലോ. സത്യമല്ല, മലയാളവും തെലുങ്കുമാണ് തമ്മിൽ ബന്ധം. പക്ഷേ ചില വാക്കുകൾക്ക് കന്നഡയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ബംഗാളിക്ക് ഹിന്ദിയുടെ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ബാലോ എന്ന് പറഞ്ഞ വാക്ക് ബംഗാളിയാണ്. ബല എന്ന് പറഞ്ഞ ഹിന്ദി വാക്കുണ്ട്, അതിന്റെ ഒരു വേർഷനാണ് ഈ ബാലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദോസ്ത് ബലാത്തോ ശീശാക്കിയോ എന്ന് പറഞ്ഞൊരു ചൊല്ല് തന്നെ ഹിന്ദിയിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങാതി എന്നായാൽ കണ്ണാടി വേണ്ട, കണ്ണാടി വേണോ എന്നാണ് ആ ചോദ്യം, എന്നാണ് അതിന്റെ അർത്ഥം. ദോസ്ത് ബലാത്തോ, ഫ്രണ്ട് നല്ല ആളാണെങ്കിൽ, ചങ്ങാതി നല്ല ആളാണെങ്കിൽ, ചങ്ങാതി നന്നായാൽ ശീഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ, കണ്ണാടി വേണോ, ശീഷ ക്യോ വേണോ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഹിന്ദി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണെന്ന് പറയാനായിട്ട്. അപ്പൊ തുമാര നാം ക്യാ ഹെ എന്നാണ് നമ്മുടെ ഹിന്ദിയിൽ പറയുന്നത്. അത് സമപ്രായക്കാരോട് പറയുന്നതാണ് തുമാര. പ്രായം കുറഞ്ഞവരോടോ കുട്ടികളോടോ അല്ലെങ്കിൽ ഇൻഫീരിയേഴ്സിനോടോ പറയുന്നതാണ് തേര. ഓക്കെ, തേര നാം ക്യാ ഹെ. നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല അധികം. തേര നാം ക്യാ ഹെ. അല്ലെങ്കിൽ ബഹുമാനം കൊടുത്ത ഒരാളോട് പറയണമെങ്കിൽ ആപ്ക നാം ക്യാ ഹെ എന്നാണ് പറയുന്നത്. അപ്പം തേര, തുമാര, ആപ്ക എന്ന് പറഞ്ഞ് 3 ഇതുണ്ടല്ലോ. ഒട്ടുമിക്ക ഭാഷകളിലുണ്ട്. ഈ കന്നഡ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്ന, നിമ്മ എന്ന് വെച്ചാൽ രണ്ടും നിങ്ങളുടെ എന്നാണ് അർത്ഥം. അതായത് നിന്ന എന്ന് വെച്ചാൽ നിന്റെ, താങ്കളുടെ എന്ന് പറയാനായിട്ട് നിമ്മ. ഓക്കെ, കന്നഡ മാറ്റി നിർത്താം. ബംഗാളിയിലോട്ട് വരാം. ബംഗാളിയിൽ നിങ്ങളുടെ എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് തൊമാർ. ഓക്കെ, തുമാര എന്ന് പറയുന്നതിന്റെ കുറച്ചൊരു പോളിഷ്ഡ് വേർഷൻ ആണ് തൊമാർ. പേരിനെ ഹിന്ദിയിലെ പോലെ തന്നെ നാം എന്നാണ് പറയുന്നത്. എന്താണ് എന്ന് ചോദിക്കാനായിട്ട് ക്യാ എന്ന് ഹിന്ദിയിൽ ചോദിക്കുന്ന വാക്കാണ് കി ബംഗാളിയിൽ. എന്ന് വെച്ചാൽ തൊമാർ നാം കി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ പേരെന്താണ്. ഇത് സമപ്രായക്കാരോട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ കുട്ടികളോടോ, അല്ലെങ്കിൽ അധികം ബഹുമാനം കൊടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ബഹുമാനം കൊടുത്തു പറയുന്ന വാക്കാണ് ആപ്നാർ. ആപ്നാർ എന്ന് വെച്ചാൽ താങ്കളുടെ. അപ്പം തൊമാർ, ആപ്നാർ. തൊമാർ നാം കി എന്ന് വെച്ചാൽ നിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണ്, താങ്കളുടെ പേരെന്ന് ചോദിക്കാനുള്ള വാക്കാണ് ആപ്നാർ നാം കി. ഓക്കെ, ഇതിന് ഉത്തരമായിട്ട് എന്റെ പേര് ഇതാണ് എന്ന് പറയാനായിട്ട് അമാർ എന്ന് വെച്ചാൽ എന്റെ, അമാർ നാം. അതിനുശേഷം എന്താണോ പേര്, ഒരു അമാർ നാം രാഹുൽ, അമാർ നാം രഞ്ജിത്ത്, അമാർ നാം രജനി, എനിത്തിങ്. ഓക്കെ, അപ്പം നമ്മൾ മലയാളത്തിൽ എന്റെ പേര് രഞ്ജിത്ത് എന്നാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ പേരാണ് രഞ്ജിത്ത്. അപ്പം ആ ആണ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ശരിക്കും ഉപയോഗിക്കണം ഒരു സെന്റൻസിൽ, അല്ലെങ്കിൽ അത് ഫുൾ സെന്റൻസ് ആവില്ല. പക്ഷേ തമിഴ്, കന്നഡ, തെലുഗു, ബംഗാളി പിന്നെ കുറെ ഒക്കെ ഭാഷകളിൽ ഈ ആണ് അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അമാർ നാം എന്ന് പറഞ്ഞ് എന്താണ് പേര് അത് പറഞ്ഞാൽ മതി. അമാർ നാം പ്രിയ, അമാർ നാം രാഹുൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പം പ്രത്യേകിച്ച് ഇതാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ സെന്റൻസുകളുമായി ഞാൻ അടുത്തൊരു വീഡിയോയിലോട്ട് വരാം.
അടുത്ത പ്രാവശ്യം ഇത്രയും എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യത്തില്ല. അത്യാവശ്യം വേണ്ട സെന്റൻസുകൾ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ശരിയായി ഉപയോഗിക്കണം എങ്ങനെയാണ്, തെറ്റായി എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുള്ളൂ. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഭാഷ ബാംഗ്ല ആണ്, ബംഗാളി അല്ല. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട് കെമോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ, എങ്ങനെ. കെമോൻ ആച്ചോ എന്ന് സമപ്രായകരോട് ചോദിക്കാം. കെമോൻ ആച്ചൻ എന്ന് ബഹുമാനം കൊടുത്ത് ചോദിക്കാം. ഇനി കുട്ടികളുണ്ടെങ്കിൽ കെമോൻ ആച്ചീസ് എന്ന് ചോദിക്കാം. അതിന് ഉത്തരമായിട്ട് ബാലോ ആച്ചി എന്നാണ് പറയേണ്ടത്. പിന്നെ നിങ്ങളുടെ പേരെന്താണ് ചോദിക്കാനായിട്ട് തൊമാർ നാം കി അല്ലെങ്കിൽ ആപ്നാർ നാം കി. എന്റെ പേര് ഇതാണെന്ന് പറയാനായിട്ട് അമാർ നാം എന്ന് പറഞ്ഞ ശേഷം എന്താണോ പേര് അത്രയും പറയുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ, കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും പറയുന്നുള്ളൂ. ലവ് യു ഓൾ. ബൈ.